GDP-യുടെ 70% 1% വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട്, കോർപ്പറേറ്റുകൾ അടങ്ങിയിട്ടുള്ള കോടീശ്വരന്മാരുടെ കയ്യിൽ. ആ കോർപ്പറേറ്റുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. അതിൽ വൈശ്യ ആണ് കൂടുതൽ. 99% അവിടെ. അപ്പൊ ഞാൻ പറയുന്നത് അവരുടെ കയ്യിലേക്ക് എത്തിച്ചു. എത്ര? 70%. അധ്വാനിക്കുന്ന 70%-ത്തിന് എത്രയാണെന്ന് അറിയാം നിങ്ങൾ? 7%. 7%. ഇതൊക്കെ പത്രത്തിൽ ഒന്നാണ്. ഞാൻ വാസുകൊട്ടാൻ ഒരു കള്ളക്കണക്ക് അവിടെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് തക്കണ്ടേണെന്ന് എഴുതി വെച്ചോടി. ഈ രീതിയിൽ ബാക്കി പിന്നെ 23%, 29% വരുന്ന അടുത്തടുക്കണം. അപ്പൊ ഈ തരം ഒരു പ്രത്യാഘാതം, ഈ പ്രത്യാഘാതം എങ്ങനെ ഉണ്ടായി? നമ്മൾ പാപ്പരീകരിക്കപ്പെട്ടു. ആ പാപ്പരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണക്ക് കേട്ടോളൂ. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. പട്ടിണി ഷീറ്റിൽ നിന്ന് നമുക്ക് അതെല്ലാം പറയാം. ജർമ്മനിയിലെ സാമ്പത്തിക വിദഗ്ധരാണ് അത് കൊല്ലം തയ്യാറാക്കുന്നത്. ഈ ഇതില് ഇവര് അധികാരത്തിൽ വരുന്ന 2014 നമ്മൾ 55-ാം സ്ഥാനത്ത്. പിന്നീട് 1923 113-ാം സ്ഥാനത്താണ്. ഇപ്പോഴ് 14 അതിന്റെ ലേറ്റസ്റ്റ് വളർന്നു. 6% നമ്മൾ കുറഞ്ഞിരിക്കുന്നു. എന്തൊരു സന്തോഷം! ആദ്യമായിട്ട് ഇവരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് താഴോട്ട് വന്നിരിക്കുകയാണ്. 55-ന്നാണ് പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും 106-ലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ പ്രത്യാഘാതം ഈ രാജ്യത്തിന്റെ പട്ടിണിയാണ് കാണിക്കുന്നത്. പട്ടിണി ഷീട്ട് എന്നാണ് അതിന് പറയുന്നത്. ആ ഇതാണ് അതിന്റെ പ്രത്യാഘാതം. ഈ പ്രത്യാഘാതം രാഷ്ട്രീയക്കാരെ നമ്മളോട് പറയുന്നില്ല. ഇപ്പോഴത് പറയാതിരിക്കാൻ പറ്റില്ല എന്നായപ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. പക്ഷേ നമ്മളത് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ പറയും. ഇവരുടെ ഈ തെറ്റായിട്ടുള്ള ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളും തൊട്ടിട്ട് മുഴുവൻ ഇങ്ങനെ ഫ്രീ ആയി. എങ്ങനെയാ കൊടുത്തത്? 1200 കോടി വിലയുള്ള പിന്നെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനം കൊടുത്തത് നിങ്ങൾ അറിയണം. 65 കോടി. ഒരു വർഷം വിറ്റുവരവ് 1200 കോടിയാണ് അത് കൊടുത്തത്. എത്ര? 65 കോടി വിറ്റത്. അപ്പൊ എന്താ? ഒരു കൊല്ലത്തെ ലാഭം വാങ്ങിക്കൊണ്ട് ആ ഫാക്ടറി ഏൽപ്പിച്ചു കൊടുക്കുക. ആ സ്ഥാപനം ആ എണ്ണ ഖനനത്തിന്റെ മറ്റൊരു സ്ഥാപനമാണ്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയാണ് കൊടുത്തിരിക്കണം അവരുടെ വർഗത്തിന്. ആ രീതിയിൽ ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇവർ ഈ ചെയ്ത ഇത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കി. അതേമാതിരി ഈ നോട്ട് നിരോധനത്തിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ 70%-ഓളം 1%-ന്റെ കീശയിൽ എത്തിക്കുകയും ചെയ്ത പ്രത്യാഘാതം വരുന്ന ആ 3 പ്രവൃത്തികളാണ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നമ്മുടെ തൊഴിലാളി വർഗത്തിന് രാജ്ഭവനിലേക്ക്, നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് ഒന്നല്ല പോയത്. അന്ന് നോട്ട് നിരോധനം വന്നപ്പോൾ നമ്മൾ മാത്രമാണ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ മുന്നിലേക്ക് പോയത്. എറണാകുളത്ത് നമ്മൾ 2 ദിവസം നിരാഹാരം നടത്തി. എന്താണെന്ന് വെച്ചാൽ അതിലൂടെയാണ് അന്ന് വന്നത്. അപ്പം അതിന് അന്ന് പിന്നെ മഹാന്മാരായിട്ടുള്ള നമ്മുടെ പിന്നെ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള നമ്മുടെ അഭിജിത്ത് ബാനർജി, നോബൽ ജേതാവാണ് ധനശാസ്ത്രത്തിൽ. അദ്ദേഹം പറഞ്ഞത് താഴത്തേക്ക് ഉടനെ പണമൊഴുക്കിക്കൊള്ളി, ഇല്ലെങ്കിൽ ഈ വാങ്ങൽ ശേഷിയില്ലാണ്ട് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയ കുടുക്കിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് റിസർവ് ബാങ്കിൽ നിന്ന് കരുതൽ ധനത്തിന് കുറച്ച് ധനം എടുത്തിട്ട് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ഉടനെ അടിത്തട്ടിന് കുടിക്കുന്നു. പക്ഷെ ധനവരെടുത്തു. കരുതൽ ധനത്തിന് റിസർവ് ബാങ്കിൽ നിന്ന് 5-6 ലക്ഷം കോടി ഉറുപ്പിക എടുത്തിട്ട് അവർ വിതരണം ചെയ്തു. ആർക്കാണെന്നറിയാം? ഇവർക്ക് തന്നെ, കോർപ്പറേറ്റുകൾക്ക് തന്നെ. അപ്പൊ ഈ തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് നിൽക്കുന്നത്. ഈ ഭരണകൂടം തന്നെയാണ് പ്രശ്നം. ഈ ഭരണകൂടത്തിനെതിരെ ഈ രാജ്യം ഒന്നിപ്പിക്കാൻ വേണ്ടി നമ്മുടെ യൂണിയൻ എന്തെല്ലാം കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. എനിക്ക് പ്രസംഗം നീട്ടാൻ അനുവാദമില്ല. 15 മിനിറ്റാണ് തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.